ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തിരുക്കുറളിന്റെ 6ാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് പത്നി മാഹാത്മ്യം. നമ്മളോട് സംസാരിക്കുന്നത് മോഹൻദാസ് സാറാണ്. സാറിന്റെ അറിവുകൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പൊതുസമൂഹത്തിന് വളരെയധികം ഗുണകരമാണ്. പ്രത്യേകിച്ച് ഇത് കൂടുതലും തമിഴിലാണ് കേൾക്കുന്നതെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എൻ്റെ ട്രാൻസ്ലേഷനിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരമാണ് സാർ നമുക്ക് തരുന്നത്. സോ ഇതിന്റെ 6ാമത്തെ അധ്യായം നമുക്ക് കേൾക്കാം. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ആദ്യമായി സാറിനും ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തിരുക്കുറൾ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1 ധർമ്മം, 2 അർത്ഥം, 3 കാമം. ആകെ 133 അധികാരങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ധർമ്മത്തിലാണ് തുടക്കം. ധർമ്മത്തിൽ തന്നെ മംഗളാചരണം, കാർഗസ്ത്യൻ, സന്യാശ്രമം, അങ്ങനെ 3 ഉപഭാഗം വരുന്നുണ്ട്. അതിൽ മംഗളാചരണത്തിന്റെ 4 അധികാരങ്ങളായ ദൈവസ്തുതി, വർഷ പ്രശസ്തി, സന്യാസ മഹിമ, ധർമ്മ മാഹാത്മ്യം, ഈ 4 നമ്മൾ ആദ്യത്തെ 4 ആഴ്ചയായിട്ട് കണ്ടു. ഈ ലോകത്ത്, ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. എല്ലാ അക്ഷരമാലകൾക്കും ആ അകാരമാണ് തുടക്കം എന്നതുപോലെ ഈ പ്രപഞ്ചത്തിന് തുടക്കവും ആദി ഭഗവനാണ്. അതിന് പ്രത്യേക രൂപമോ ഭാവമോ ഒന്നും കവി കൽപ്പിക്കുന്നില്ല. എല്ലാ മതക്കാർക്കും എല്ലാ ഇനക്കാർക്കും പൊതുവായിട്ട് അദ്ദേഹം ദൈവത്തിന് സ്തുതി ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കുന്ന അടുത്ത് വേണ്ടത് വർഷം അഥവാ മഴ. മഴയില്ലെങ്കിൽ ജീവജാലങ്ങളില്ല, ജീവന്റെ തുടിപ്പ് പോലും ഉണ്ടാകില്ല. അത് കാരണം 2ാമത്തെ പ്രാധാന്യം കൊടുത്തത് മഴയ്ക്കാണ്. 3ാമത്തത് സന്യാസ മഹിമ. സന്യാസ മഹിമ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ജനിച്ച് വളർന്ന് വികടവും പ്രാപിച്ച ഋഷിവരന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ണിൽ ജനിച്ച് മരിച്ചവരെക്കാൾ കൂടുതലാണ് ഋഷിവരന്മാർ എന്ന് കവി പറയുന്നു. 4 ആ 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ധർമ്മ മഹാത്മ്യം കുറിച്ച് പറയുന്നുണ്ട്. ധർമ്മത്തിന്റെ പ്രാധാന്യം എന്താണ്, എന്തൊക്കെ ധർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ധർമ്മ മഹാത്മ്യത്തിലും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാർഗസ്ത്യത്തെ കുറിച്ചാണ്. അതിൽ 20 അധ്യായങ്ങൾ വരുന്നുണ്ട്. അതിൽ തുടക്കം ഗൃഹസ്ഥാശ്രമം. ഏറ്റവും പ്രധാനപ്പെട്ടതും നിലനിൽക്കേണ്ടതും ഗൃഹസ്ഥാശ്രമമാണ്. ഒരു ഗൃഹനാഥൻ എങ്ങനെയൊക്കെ ഇരിക്കണം, അവന്റെ കടമകൾ എന്തൊക്കെയാണ്, അത് ചെയ്യുന്നതിൽ കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യാതിരുന്നാൽ കിട്ടുന്ന ആപത്തുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നോക്കിയത്. ആ ഗൃഹസ്ഥാശ്രമത്തിൽ അവസാനമായിട്ട് പറഞ്ഞത് ഭൂമിയിൽ വിധിപ്രകാരം എങ്ങനെയൊക്കെയാണോ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കേണ്ടത്, ഗൃഹസ്ഥാശ്രമത്തിൽ അതിൻപടി ജീവിക്കുന്നവൻ സ്വർഗലോകവാസികളായ ദേവന്മാരിൽ ഒരുവനായി സ്ഥാനം നൽകി ആദരിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനത്തുള്ള ഗൃഹസ്ഥാശ്രമം ചെയ്യുന്ന ഗൃഹനാഥന് ഏറ്റവും തുണായി ഇരിക്കേണ്ടത് അവന്റെ പ്രിയ പത്നി തന്നെയാണ്. ആ പത്നിയുടെ ഗുണങ്ങളെക്കുറിച്ചും അവരുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അധികാരം 6 വാൾക്ക് തുണை നലം, തമിഴിൽ പറയുന്നതാണ്. മലയാളത്തിലാണെങ്കിൽ പത്നി മഹത്വം എന്നും പറയുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ വാൾക്ക് തുണை നലം എന്ന് പറഞ്ഞാൽ ജീവിത സഹി ക്ഷേമം എന്നാണ്. നലം എന്ന് പറഞ്ഞാൽ ക്ഷേമം എന്നുള്ളത് പറയുന്നത്. സാധാരണ തമിഴിൽ പറയാറുണ്ട് നലമ എന്ന് ചോദിച്ചാൽ സുഖമാണോ എന്നുള്ള രീതിക്കാണ്. ഇവിടെ അതിന് ജീവിത സഹി, സുഖം എന്ന് പറയുന്നത് ക്ഷേമം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഗൃഹസ്ഥാശ്രമം ധർമ്മം പരിപൂർണതയിൽ എത്തണമെങ്കിൽ ഗുണവതിയായ കുലപത്നിയുടെ സംസ്കാര സുരഭിലമായ സഹകരണം കൂടി ഉണ്ടായേ തീരൂ
എന്ന് കവി വളരെ നിഷ്പക്ഷമായി പറയുന്നുണ്ട്. ആ കുലപത്നിയുടെ ഗുണങ്ങൾ എന്തൊക്കെ ആയിരിക്കണം, അവൾ അനുഷ്ഠിക്കേണ്ടവ എന്തൊക്കെ, ആ വക കാര്യങ്ങൾ ഈ അധികാരത്തിൽ പറയുന്നു. ആദ്യത്തെ, மனை தக்க மாண்புடையன் ஆகி தற்கொண்டான் வளர்த்தக்காள் வாழ்க்கை തുണை. തമിഴില്. മലയാളത്തിൽ പറയുമ്പോൾ മனை തക്ക മാண்பு ഉടയാൾ ആകി തற்கொண்டாൻ വളർത്തക്കാൽ வாழ்க்கை തുണை. അവസരം അതില് രണ്ടാമത്തെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ഓക്കെ, ശരിയാ. അതായത് കുടുംബത്തിന് യോഗ്യമായ ഗുണഗണങ്ങൾ നിറഞ്ഞവളായി തന്നെ സുവിച്ചവന്റെ ഭർത്താവിന്റെ വരവിന് അനുസരിച്ച് ജീവിതം നയിക്കുവാൻ അറിയുന്നവൾ ആഗസ്ത് ജീവിതത്തിൽ സഹായി ആയിരിക്കും. മലയാളത്തിൽ പറയുന്നത് കണവന്റെ വരവൊത്ത് ചെലവിടും ഗുണമാർന്ന കുലപത്നി വാൾവിന് തുണയാം. വരവറിഞ്ഞ് ചെലവാക്കുന്ന മനസ്ഥിതി അല്ലെങ്കിൽ ആ സദ്ഗുണമുള്ള ഒരു പത്നിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം മഹത്വമായി മാറും. Wife would be of quality befitting family and living according to husband's income. അടുത്ത രണ്ട്, மனை மாட்சி இல்லாள் கண் இல்லாயின் வாழ்க்கை எனை மாட்சி தாயினும் இல். மனை மாட்சி ഇല്ലാൾ കൺ ഇല്ലായിൻ, ആ വാക്കുകളുടെ ഒരു പ്രാസം അതിൽ ഒത്തുവരുന്നുണ്ട്. മனை മാട്சி ഇല്ലാൾ കൺ, അതായത് ഉള്ളത് കൊണ്ട് കുടുംബം മെച്ചപ്പെടുത്താൻ യോഗ്യമായ സദ്ഗുണങ്ങൾ കുടുംബിനിക്ക് ഇല്ലെന്ന് വരികിൽ അവളോടൊത്ത് കുടുംബജീവിതത്തിൽ മറ്റ് എന്തൊക്കെ സമ്പത്ത് സമൃദ്ധിയും ഐശ്വര്യം ഉണ്ടായാലും ഫലത്തിൽ യാതൊന്നും ഇല്ല. ഗൃഹധർമ്മത്തിന് യോജിച്ച സദ്ഗുണങ്ങൾ ഇല്ലാത്തവളാണ് പത്നിയെങ്കിൽ ഒരുവന്റെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ മേന്മകളും ഐശ്വര്യവും ഉണ്ടായാലും എല്ലാം നിഷ്ഫലവും ശൂന്യവുമാകുന്നു. കുടുംബിനി സദ്ഗുണങ്ങളെ കൊണ്ട് വിളക്ക് പോലെ പ്രകാശം ചൊരിഞ്ഞാലേ കുടുംബത്തിലുള്ള മറ്റു നന്മകളും പ്രകാശിക്കും. ആ ഒന്നുകൂടി പറയുകയാണ്. ഗൃഹധർമ്മത്തിന് യോജിച്ച സദ്ഗുണങ്ങൾ ഇല്ലാത്തവളാണ് പത്നിയെങ്കിൽ ഒരുവന്റെ ജീവിതത്തിൽ മറ്റെന്തൊക്കെ മേന്മകളും ഐശ്വര്യവും ഉണ്ടായാലും എല്ലാം നിഷ്ഫലവും ശൂന്യവുമാകുന്നു. കുടുംബിനി സദ്ഗുണങ്ങളെ കൊണ്ട് വിളക്ക് പോലെ പ്രകാശം ചൊരിഞ്ഞാലേ കുടുംബത്തിലുള്ള മറ്റ് നന്മകളും പ്രകാശിക്കും. 3. വായിക്കണോ സാറേ? സാറേ വെച്ചോളൂ. இல்லவள் மாண்பு ஆனால் இல்லது என் இல்லவள் மானா கடை ഉള്ളത് എൻ. കുലപത്നി നന്നെങ്കിൽ ഇല്ലാത്ത ഏത്, അന്തവൾ നിലകെട്ടാൽ എന്തുതാൻ ഉള്ളൂ. വാട്ട്സ് ലാക്സ് എന്തോ what lacks in family if noble wife is there. If wife is dull, what is there in life?
இல்லவள் மாண்பு ஆனால் இல்லது என் இல்லவள் മണാക്കടை ഉള്ളത് എൻ. ഞാൻ അത് ഒന്നുകൂടി തിരുത്തി വായിക്കണം സാറേ. ആദ്യം ഇല്ലത് എൻ, ഇല്ലാത്തത് എന്താണ്? ഇല്ലവൾ മാൺബ് ആനാൽ, വീട്ടിൽ ഉള്ളവൾ നല്ല സദ്ഗുണങ്ങളിൽ ആയ സ്ത്രീയാണെങ്കിൽ ഇല്ലാത്തത് എന്താണ്? അതാണ് ഇല്ലത് എൻ. എന്താണ് ഇല്ലാത്തത്? അവിടുന്ന് ആദ്യം എടുക്കണം. ഇല്ലത് എൻ, ഇല്ലവൾ മാൺബ് ആനാൽ, നല്ല മഹിമയുള്ള സദ്ഗുണവതിയായിരുന്നെങ്കിൽ ഇല്ലാത്തത് ഒന്നുമേ ഇല്ല. അതേപോലെ ഇല്ലവൾ മാണക്കട, ഇല്ലവൾ ആ സദ്ഗുണങ്ങൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ എന്താണ് ഉള്ളത്? അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് വെക്കുന്നത്. കുലപത്നി നന്നെങ്കിൽ ഇല്ലാത്ത എന്ത്, ഏത്, അല്ലെ എന്താണ് ഇല്ലാത്തത്? അന്തവൾ നില കെട്ടാൽ എന്താണ് ഉള്ളത്? അങ്ങനത്തെ നില കെട്ട ഒരു ആളാണ് വീട്ടിലുള്ളതെങ്കിൽ എന്താണ് ഉള്ളത് എന്ന് രണ്ട് ചോദ്യങ്ങളും ഇങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ് കഴിയും, നമ്മളോടൊന്ന് ചോദിക്കണം. കുടുംബിനി സദ്ഗുണ സമ്പൂർണ്ണ ആണെങ്കിൽ ആ കുടുംബത്തിൽ എന്താണ് ഇല്ലാതെ ഉള്ളത്? സർവഭാഗ്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ പത്നി സദ്ഗുണ സമ്പൂർണ്ണ ആകാതിരുന്നാൽ ആ കുടുംബത്തിൽ നിലനിൽക്കുന്നത് എന്തെന്നാണ്? ഒന്നുമില്ല എന്ന് തീർച്ച. 4 സാറ് പിന്നെ ജോസി സാർ വായിച്ചോളൂ. പെണ്ണിൻ പെരുന്തക്ക യാ ഉളക്കற்ப് എനും മൈ തിന്മൈ ഉണ്ടാകപ്പെറിൻ. മൂല്യവത്താം സമ്പത്ത് ഏതുള്ളൂ ചാരിത്രശീലയാം പത്നിയേക്കാളും. വിച്ച് അതർ ട്രഷർ ഈസ് നീഡഡ് ഫോർ വൺ അതർ ദാൻ ഹാവിംഗ് എ വൈഫ് ഫെയിംഡ് ഫോർ ചാസ്റ്റിറ്റി. പെണ്ണിൻ ഇനി ഞാൻ ആ തമിഴില് പെണ്ണീർ പെരുന്തക്കയാവുള്ള കർപ്പെന്നും തിന്മ ഉണ്ടാകപ്പെറിൻ. അത് ആദ്യം തിരിച്ചെടുക്കുക. കർപ്പ് എന്ന് പറയുമ്പോൾ ചാരിത്രം, കർപ്പ് എന്നും തിന്മ ദൃഢഫലം, ചാരിത്രം എന്ന ദൃഢഫലം ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരു സമ്പത്ത് എന്താണ് ഉള്ളത്? ആ മൂല്യമുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം ചാരിത്രം. ആ ചാരിത്രം ഉള്ള മേൽ കിട്ടുന്ന നന്മക്കാൽ കവിച്ചു വയ്ക്കുന്ന വേറെ ഒന്നും തന്നെ ഇല്ല. ചാരിത്രമാകുന്ന ദൃഢഫലം ഉണ്ടായിരിക്കും എങ്കിൽ അങ്ങനെയുള്ള കുടുംബിനിക്കാളും വലുതായ ഒരു സ്വത്ത് യാതൊന്നും വേറെ ഉള്ളത്. അത്തരത്തിലുള്ള കുടുംബിനിയെ സ്വന്തമായി കിട്ടിയ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അതാർക്കും ഏറ്റവും വലിയ സ്വത്ത്. അടുത്തത് വായിച്ചോളൂ. ദൈവം തൊഴാൾ കൊഴുനൻ തൊഴുതു എഴുവാൾ പെയ്യന പെയ്യും മഴ. ദൈവമല്ല തൻ കണവനെ തൊഴുത് എഴുമ്പോൾ, അത് തമിഴ് തന്നെയാണോ എഴുതിയിരിക്കുന്നത്, മലയാളം അല്ലേ? മലയാളമാണ്. ദൈവത്തെ അല്ല തൻ കണവനെ തൊഴുതു എഴുമ്പോൾ പെയ്യെന്നാൽ പെയ്യുന്ന മഴ. Rain will shower instantly at the desire of wife who worships and wakes up bowing husband than gods. അതായത് പ്രത്യേകമായി മറ്റൊരു ദൈവത്തെയും തൊഴാതെ
തന്റെ കണവൻ തന്നെയാണ് ദൈവം എന്ന് കരുതി തൊഴുത് എണീൽക്കുന്നവളായ ധർമ്മപത്നി പെയ്യെ എന്ന് ആഗ്രഹിക്കുമ്പോൾ പെയ്യെന്ന് മഴയെ പോലെ ആകുന്നു. അത് ദൈവം തൊഴ, അൽ എന്ന് പറഞ്ഞാൽ അവിടെ അവൾ, തൊഴുന്നൻ തന്റെ കണവനെ തൊഴുത് എണീക്കുമ്പോൾ പെയ്യെന്ന് പെയ്യും മഴ. ഏത് സന്ദർഭത്തിലാണോ മഴ നമുക്ക് ആവശ്യമായിട്ട് പെയ്യുന്നു, അതേപോലെ വളരെ സഹവർഷം അല്ലെങ്കിൽ ഗുണമായി ഇരിക്കും. അവൾ ദൈവത്തെ പ്രത്യേകമായി തൊഴുതില്ല, തന്റെ പ്രത്യക്ഷ ദൈവമായ കണവനെ തൊഴുത് രാവിലെ എണീക്കുന്നു. പതിവ്രതയായ അവൾ പെയ്യെ എന്ന് പറഞ്ഞാൽ പെയ്യുന്ന മഴയെ പോലെ ആകുന്നു. ഒന്നുകൂടി അതിന് പെയ്യുന്ന പെയ്യും മഴ എന്നതിൽ ചില വ്യാഖ്യാതാക്കൾ പതിവ്രതയായ അവൾ പെയ്യൂ എന്ന് ആജ്ഞാപിച്ചാൽ അപ്പോൾ തന്നെ മഴ പെയ്യും എന്ന് വ്യാഖ്യാനിച്ച് കാണുന്നു. വാസ്തവത്തിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ പെയ്യുന്ന മഴയെ പോലെയാണ് അവൾ എന്ന് ഉപമയ്ക്കാണ് അധികം ഭദ്രത. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ അങ്ങോട്ട് പറയും മുമ്പ് സ്വയം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അവളുടെ സൗമ്യശീലമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആദ്യകാല വ്യാഖ്യാനങ്ങളിൽ പ്രമുഖനായ കാളിംഗർ പറയുന്നു, വരൾച്ചയിൽ ഒരിച്ച് ആശ്വാസത്തിനു വേണ്ടി ആകാശത്ത് നോക്കി പെയ്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പെയ്യുന്ന മഴയെ പോലെയാണ് ഉത്തമ കുടുംബിനി. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണോ? പിന്നെ ലെറ്റർ അതിന് ഒന്നേ ഉള്ളൂ, നമ്മുടെ ദൈവം. അത് തന്നെയാണ് സാധാരണ മലയാളത്തിൽ ദൈവം എന്ന് പറയുന്ന അത് തന്നെയാണ്. ദൈവത്തെ അല്ല, തൻ കണവനെ തൊഴുത്. പിന്നെ തമിഴിൽ വേറെ ഇതാണ് സാർ, കണവനെ കൺകണ്ട ദൈവം എന്നും ഒരു പഴഞ്ചൊല്ലുണ്ട്. കണവനെ കൺകണ്ട ദൈവം, അത് കണ്ണിന്റെ മുമ്പിൽ അല്ലെ പ്രത്യക്ഷമായിട്ട് കാണുന്ന ദൈവം കണവനാണ്. തർക്കാത്ത തർക്കൊണ്ടാർ വേണു തകൈ ചാൻഡ്ര ചൊർക്കാത്തു ചോർ വില ഇൽ പെൺതാൻ കാത്തു കാന്തണൈ പേണി ഉത്സാഹമോട് സൽപ്പുകൾ വളർത്തുമ്പോൾ പത്നി. ഇവിടെ ഈ തർ എന്ന വാക്കെന്ന് പറയുന്നത് കാത്തുകാന്തണൈ പേണി ഉത്സാഹമോട് സൽപ്പുകൾ വളർത്തുമ്പോൾ പത്നി. Lady who guards herself, nurses husband and keeps alert to maintain family legacy is the one having greatness. ഒന്നുകൂടി പറയാം. ഈ തമിഴില് തർ എന്ന് പറയുമ്പോൾ താൻ എന്നുള്ള മീനിങ്ങിലാണ്. കാരണം നമ്മൾ ആത്മഹത്യക്ക് തർക്കൊല എന്നാ പറയുന്നത്, തന്നെത്താൻ കൊല ചെയ്യുന്നതാണ് തർക്കൊല. തത്സമയം, തത്സമയം എന്ന് മലയാളത്തിൽ പറയുന്നത് തത്സമയം എന്ന് പറയുന്നല്ലേ, അതേപോലെ തർച്ചകൾ യാദൃച്ഛ്യമായിട്ട്. അപ്പൊ തർ എന്ന് പറയുന്നത് താൻ, തന്നെയും കാത്ത്. തർ കൊണ്ട തന്നെ പത്നിയായിട്ട് കൊണ്ട പുരുഷനെയും കാത്ത്. ആ വാക്കുകൾ അവിടുത്തെ മീനിങ് വരുന്നത് തർ കാത്ത്, തന്നെയും കാത്ത്, തന്നെ പുരുഷനായി കൊണ്ടവനെയും കാത്ത്. പേണി എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു എന്നുള്ളതല്ലേ, പേണിയ പേണുക എന്നുള്ളത്. പകൈ സാന്റാർ സ്വർക്കാത്ത്, പകൈ തന്റെ പാരമ്പര്യത്തിലുള്ള കൽപ്പേരിനെയും കാത്ത്. സ്വർക്കാത്തുന്ന ആ പാരമ്പര്യത്തിന്റെ ആ പുകൾ പേരും കാത്ത്. ചോർ വിലാൽ ഒട്ടും ക്ഷീണിക്കാതെ, കാരണം രാപ്പകൽ അധ്വാനിച്ച് പ്രയത്നിച്ചും ചോർ വിലാൽ ഒട്ടും പിന്നെ എന്താ പറഞ്ഞ പോലെ ബലഹീനത ഇല്ലാതെ ഇരിക്കുന്നതാണ് പെൺ. തന്നെയും മലയാളത്തിൽ തന്നെയും കാത്ത് കാന്തനെ പേണി. കാന്തൻ ഭർത്താവ്, ഭർത്താവിനെയും സംരക്ഷിച്ച് ഉത്സാഹം കൊണ്ട് കൽപ്പുകൾ വളർത്തുമ്പോൾ കുടുംബത്തിന്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ കൽപ്പേരും നിലനിർത്തുന്നവളാണ് പത്നി. ചാരിത്ര ശുദ്ധിയിൽ നിന്ന് ഇടറാതെ
തന്നെ തന്നെ രക്ഷിച്ച് തന്നെ കൈക്കൊണ്ട കാന്തനെ ഉപചാരങ്ങളിലൂടെ പുലർത്തി ധർമാനുസാരിയായ കുടുംബ മഹിമയുടേതായ പ്രശസ്തി കൈയൊഴിയാതെ നിലനിർത്തി ഒന്നിനും അലസത തോന്നാത്തവളായി കഴിയുന്നവളത്രേ കുലപത്നി. ചിറൈ കാക്കും കാപ്പ് യവൻ ചെയ്യും മഹിളർ നിറൈ കാക്കും കാപ്പേ തലൈ. സ്ത്രീയെ ചിറകെട്ടി കാപ്പതാൻ ഫലമെന്ത്? മാതർ തൻ നെറികൊണ്ട് കാപ്പതേ നല്ല. സ്ത്രീയെ മതില് കെട്ടി സൂക്ഷിച്ചിട്ട് കാര്യമില്ല. മാതർ തൻ നെറികൊണ്ട് കാപ്പതേ നല്ല. What benefit in protecting women like keeping in prison? It is better for them to guard themselves with self-control. അതായത് ഒരു സ്ത്രീക്ക് സുരക്ഷയായിട്ട് വേറെ ആരും തന്നെ വേണ്ട. പത്നിയെ കണവൻ ഉയർന്ന മതിൽ കെട്ടിനുള്ളിൽ ഭദ്രമായി കാക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? സ്വന്തം പാതിവൃത്യത്തിന്റെ നിറവ് കൊണ്ട് അവർ സ്വയം കാക്കുന്നത് തന്നെയാണ് യഥാർത്ഥ കാവൽ. ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇതാണ്. ഓരോ സ്ത്രീയും അവരവർ തന്നെയാണ് സുരക്ഷ എടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവർ നേർവഴിക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്ക് അത് തന്നെ ഒരു എന്താ പറഞ്ഞാൽ ഒരു പ്രഭാവലയം പോലെ അല്ലെങ്കിൽ സുരക്ഷാ വലയം തീർക്കും എന്ന് കവി പറയുന്നു. ഒരു സുരക്ഷ പ്രത്യേകമായിട്ട് വേറെ സുരക്ഷാ വലയം അല്ലെങ്കിൽ ഒരു ചിറ എന്ന് പറഞ്ഞാൽ ഇവിടെ ജയിൽ എന്നുള്ളതാണ്. ചിറൈ കർണാടക ചെല്ലുമ്പോൾ അറിയാം. എന്താ പറഞ്ഞാല് പെരും ചിറ എന്ന് പറഞ്ഞാൽ വലിയ ജയിൽ എന്നുള്ളത് ആ ഇതിലേക്ക് വരുന്നുണ്ട്. ചിറൈ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവനെ പിന്നെ യുദ്ധത്തിൽ ജയിച്ച് അവനെ കൈവശപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതിലേക്ക്. ചിറപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ കൊണ്ടുവന്നു എന്നുള്ള മീൻസാണ്. ഇവിടെ ആ ചിറയാണ് ഉദ്ദേശിച്ചത്. ചിറ എന്ന് പറഞ്ഞാൽ ജയിൽ. ഓക്കെ. പെറ്റാർ പെറിൻ പെറ്റവർ പെണ്ടിർ പെരിഞ്ചിറപ്പു പൂത്തേളിയർ വാഴും ഉലക്. പെറ്റാർ പെറിൻ പെറ്റവർ പെണ്ടിർ പെരിഞ്ചിറപ്പ് പൂത്തേളിയർ വാഴും ഉലക്. കണവനെ പൂജിക്കുന്ന മങ്കയുടെ ഭാര്യയുടെ മാഹാത്മ്യം അമരലോകത്തിലും വാഴും. നൂറ്റാണ്ടുകളോളം അന്ത്യത്തോളം വാഴുന്നതാണ്. Those gather fame by carrying husbands will deserve heavenly life. പെറ്റാർ എന്ന് പറഞ്ഞാല് ആ സ്ത്രീ പറയാണ് ആ സ്ത്രീയെ തന്റെ പത്നിയായിട്ട് കൊണ്ടുള്ള ആ പുരുഷൻ. സ്ത്രീകൾ തങ്ങളെ കൈക്കൊണ്ടവരെ കർത്താവിനെ പൂജിച്ച് വിനയപൂർവം ജീവിക്കുന്ന പക്ഷം ദൈവങ്ങൾ വസിക്കുന്ന ലോകത്തിൽ വലുതായ അംഗീകാരത്തെ നേടും. പെറ്റാർ പെരിൻ പെറ്റവർ, അതായത് തന്റെ കണവനെ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ആ പെണ്ടിർ സ്ത്രീകൾ പെരുഞ്ചിറപ്പ് പൂത്തേലും വാഴുമുലക്. സ്വർഗത്തിൽ അവരെ കൊണ്ടു ചെല്ലും. കണവനെ പൂജിക്കും മംഗളൻ മഹാത്മ അമരലോകത്തിലും വാഴും. புகழ் புரிந்த இல் இலோர்க்கு
ഇല്ലൈ ഇകഴ്വാർ മുൻ ഏറുപോൽ പീഡു നടൈ. പുകഴ് പൊരുന്ത ഇൽ ഇലോർക്ക് ഇല്ലൈ ഇകഴ് വാർ മുൻ ഏറുപോൽ പീഡു നടൈ. പുകഴാർന്ന സൽപത്നി ഇല്ലാത്തവർക്ക് മുൻപ് എളുതല്ല സിംഹം പോൽ നീങ്ങാൻ. നല്ല മഹത്വമുള്ള പത്നി ഇല്ലാത്തവർക്ക് അത്ര എളുപ്പമല്ല സിംഹത്തെ പോലെ നീങ്ങുവാൻ. Who don't get wife of noble family, repute and quality cannot hold their head high like lion before critics. അതായത് കുടുംബത്തിന്റെ കീർത്തിയെ കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന കുടുംബിനി ഇല്ലാത്തവർക്ക്, അതായത് പരമ്പരാഗതമായ കുടുംബത്തിന്റെ കീർത്തിയെ കണ്ടറിഞ്ഞ് അത് ഇഷ്ടപ്പെട്ട് ആ വഴിക്ക് ജീവിക്കുന്ന കുടുംബിനി ഇല്ലാത്തവർക്ക് തന്നെ ഇകഴ്ത്തി സംസാരിക്കുന്ന ശത്രുക്കൾക്ക് മുന്നിൽ ആൺസിംഹത്തെ പോലെ അന്തസ്സുള്ള നടത്തം ഇല്ല. അവർ തന്റെ മഹിമയെയും അതേപടി നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ആ രീതിക്കുള്ള ഒരു പത്നി തനിക്ക് വേണം, ലഭിക്കണം. അതെ സർ. മംഗലം എമ്പ മനൈ മാറ്റി മറ്റതൻ നൽകലം നൻ മക്കട് പേറു. മംഗലം എമ്പ മനൈ മാറ്റി മറ്റ തൻ നൻ കലം നൻ മക്കട് പേറു. മംഗളം എന്നതോ കുലഭഗ്നി ഭാഗ്യം, നന്മക്കൾ അതിൻ ഭൂഷണങ്ങൾ. Trait of life is merit of wife. Ornaments of that merit is getting good children. കുടുംബിനിയുടെ സദ്ഗുണ കർമ്മനിഷ്ഠമായ പ്രവൃത്തികൾ തന്നെയാണ് കാന്തന്റെ ഐശ്വര്യവും എന്ന് വാഴ്ത്തുന്നു. മാത്രമല്ല ഉത്തമ സന്താന ലബ്ധി ആ കുടുംബ ജീവിതത്തിന്റെ നല്ല ആഭരണം പോലെ എന്നും വാഴ്ത്തുന്നു. മംഗളമെന്നതോ കുലപത്നി ഭാഗ്യം, നന്മക്കൾ അതിൽ പോഷണങ്ങൾ. എങ്ങനെയാണോ കുടുംബജീവിതം മംഗളകരമായി മാറുന്നത് അതിൻ്റെ പോഷണമാണ് നന്മക്കൾ, നല്ല പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുന്നത്. കാരണം ഗൃഹസ്ഥാശ്രമത്തിൽ കുടുംബനാഥൻ എങ്ങനെ ധർമ്മങ്ങൾ ചെയ്ത് മാതൃപരമായിട്ട് ജീവിക്കുന്നു, അവന് സഹായിക്കുന്ന പത്നിയുടെ ധർമ്മവും ഗുണഫലങ്ങളും ഗുണമേന്മകളും എങ്ങനെയൊക്കെയാണോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് നല്ല മക്കൾ ജനിക്കുന്നത്, അല്ലെങ്കിൽ പുത്രന്മാർ അല്ലെങ്കിൽ പുത്രികൾ അവർക്ക് ഉണ്ടാകുന്നത്. ആ പുത്രന്മാരെ കുറിച്ചുള്ള അവരെങ്ങനെയായിരിക്കും, അവരുടെ കടമകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്. ഇതിന്റെ പത്താമത്തിന്റെ തമിഴ് ഭാഗം ഒന്ന് വായിക്കോ? പത്താമത്തിന്റെ തമിഴ്. മംഗലം എന്ത്, മംഗലം പറഞ്ഞാല് ആ കുടുംബജീവിതം മംഗളകരമായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ മംഗലം എന്ത് മനൈ മാറ്റി, അത് ആ ജീവിക്കുന്ന രീതി, മറ്റ് അത് നൻകലം നന്മക്കൾ പേരെ, അത് നല്ല സുഭിക്ഷമായ ഒരു കുടുംബജീവിതമാണെങ്കിൽ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നല്ല പുത്രന്മാർ, നന്മക്കൾ എന്ന് പറയും, നന്മക്കൾ പേര് അവരെ ലഭിക്കുന്നതാണ്. മംഗളം എന്നതോ കുലപത്നി ഭാഗ്യം, നന്മക്കൾ അതിൻ പോഷണം. നല്ല കുടുംബജീവിതമാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് സത്പുത്രങ്ങൾ.
ഓക്കെ, താങ്ക് യു. ഉം. ഇപ്പൊ 10 അധ്യായങ്ങളും 10 ഈരടികളും സാർ അത് കൃത്യമായിട്ട് പറഞ്ഞു. ഭക്തി മാഹാത്മ്യം. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അടുത്ത അധ്യായം മക്കളെ കുറിച്ചാണോ? അത്ര കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പിന്നെ വൈറൽ ഫീവറിന്റെ ഇത്തിരി അസ്വസ്ഥത ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടേത് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ഇതാക്കിയത്. വളരെ നന്നായിട്ട് ഒരു ദേഹ അസ്വസ്ഥയുണ്ട്, ക്ഷീണവും പിന്നെ തലവേദനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണയുള്ള ക്ലാസ്സിനെ പോലെ അത്രയും എനിക്ക് കുറച്ചും കൂടി വിവരിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അതിന് ഒന്ന് ക്ഷമിക്കണമെന്ന് ഞാൻ സാറേ, ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയിരുന്നു. ജോഷ് സാറ് വായിക്കുകയും കൂടെ ചെയ്തപ്പോൾ അത് വളരെ ഭംഗിയായി. ഇനി നമുക്ക് അങ്ങനെ ഓരോരുത്തരും വായിക്കാം, തമിഴ് പരിചയപ്പെടുകയും ചെയ്യാം. അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ഘടനയും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ നന്നായിരിക്കും. ഇത് ഈ ഒരു അധ്യായത്തെ കുറിച്ച് നമുക്ക് ഒരു നല്ല അറിവുള്ളതാണ്, പ്രത്യേകിച്ച് എങ്ങനെയാണ്. പക്ഷെ ഇതിനെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യും? പുതിയ കാലഘട്ടത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാലും സാറ് പറയുന്ന പോലെ കുടുംബവും കുടുംബ മഹിമയും സാധനം പാത്രം അറിഞ്ഞ് പിറ്റേക്കൂട്, ഗോത്രം അറിഞ്ഞ് പെണ്ണെ കൊടു എന്ന് പറയുന്നുണ്ട്. കാരണം ഓരോ സംസ്കാരവും പിന്നെ അവർ വേറൊന്നുമല്ല പറയുന്നത്, അവിടെ ജാതിയുടെ മതത്തിന്റെ അല്ല പറയുന്നത്. ഓരോരുത്തരും ജീവിച്ചു വന്ന ഒരു രീതിയുണ്ട്. ആ എന്താ പറയുക, ആ സെക്ഷനുമായിട്ട് ചേരുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അഭിവൃദ്ധിയാകും. അല്ലാതെ ഇപ്പം മാറ്റങ്ങൾ കൊണ്ടില്ല എന്ന് പറയുന്നല്ല. അവരവരുടെ ജോലിക്ക് പോകുന്നിടത്തും അല്ലെങ്കിൽ പഠിക്കുന്നിടത്തും അവരവരുടെ ജീവിതസഖിയെ കണ്ടെത്തുന്നു. അതൊക്കെ വേറെ ലെവലാണ്. അവരുടെ തരത്തിലുള്ള ആ ചിന്തകൾ വരുമ്പോൾ ഓക്കെ. അല്ലെങ്കിൽ ഒരു നോൺ വെജും ഒരു വെജുമായിട്ട് ജീവിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലല്ല ആ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞാൽ ആ വീട് ബുദ്ധിമുട്ടാകും. ഇന്നത്തെ പോലെ ഒറ്റയ്ക്ക് മാറി താമസിക്കുക എന്നുള്ളതൊന്നും ഉണ്ടാകത്തില്ല. അത് കൂട്ടുകുടുംബമാണല്ലോ. കൂട്ടുകുടുംബത്തിൽ വന്ന് താമസിക്കുമ്പോൾ ആ വീട്ടിന്റെ ഒരു പാരമ്പര്യവും അവരുടെ ഒരു സംസ്കാരവും ഉണ്ടാവും. അതിനോടൊത്ത് പോകാനുള്ള സദ്ഗുണവതിയായിരിക്കണം, വന്ന് കയറുന്ന ആളായിരിക്കണം എന്ന് പറയും. ഇല്ലെങ്കിൽ ആ കുടുംബം അല്ലെങ്കിൽ പാരമ്പര്യം തീർച്ചയായിട്ടും നശിച്ചു തന്നെയാണ് പോകുന്നത്. കാരണം പറയാറുണ്ട്, വന്ന് കയറിയ ആളുടെ മഹത്വമാണെന്ന് പറയാറുണ്ട്. ഈ പണവും ജോലിയും എല്ലാം നോക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ. ഈ പറയുന്ന പോലെ കുലമഹിമ അങ്ങനെയുള്ള വീടിന്റെ പ്രാധാന്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പണം ഒരു വലിയ ക്രൈറ്റീരിയ ആണ്. അതുപോലെ തന്നെ പലപ്പോഴും ജോലിയൊക്കെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നോക്കാറുണ്ട്. അതൊക്കെ വരുമ്പോൾ ഈ പറയുന്ന അടിസ്ഥാനങ്ങളൊക്കെ മാറിപ്പോകുന്നതുകൊണ്ടാകാം അല്ലെ? പിന്നെ തീർച്ചയായിട്ടും, കാരണം പണ്ടത്തുള്ള വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഒരു എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. വളരെ ഇതായിട്ട് മാനസികമായിട്ടായാലും വളരെ ഇതായിട്ട് ഉണ്ടാവുന്നത്. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പോ നമ്മുടെ ഒരിക്കലും അന്ന് ഈ സൈക്കോളജിയോ അല്ലെങ്കിൽ ആ ഹോളിനെസ്സോ അല്ലെങ്കിൽ ഇതൊന്നും അവിടെ വരുന്നില്ലല്ലോ. തെറാപ്പീസ് ഒന്നും അന്ന് വരുന്നില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തില് ഒരു എന്താ പറയുക, ഒരു കുടുംബം, അവിടെ ഒരു പാരമ്പര്യം, അവിടെ ഒരു പിന്നെ ബന്ധുമിത്രാദികൾ, അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു. ഓക്കെ, നമുക്ക് ഡിസ്കഷൻ നോക്കാം. സാർ പറയും. സാറേ, പ്രത്യേകം നന്ദി. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. നന്നായിരുന്നു. പിന്നെ കുറച്ച് പതിവിൽ നിന്ന് കുറച്ച് വിശദീകരിച്ചുള്ളൂ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും കാര്യങ്ങളെല്ലാം വ്യക്തമായിരുന്നു. ഇന്നത്തെ ഈ അധ്യായവും ഇതിനു മുമ്പുള്ള അധ്യായങ്ങളും ഏതാണ്ട് മറ്റു മതങ്ങളിലും അല്ലെങ്കിൽ പുരാതന കാലം മുതലേ അനുവർത്തിക്കുന്ന ഒരു സാധാരണ മൂല്യ ദർശനങ്ങളായിരുന്നു എന്ന് വേണം എനിക്ക് തോന്നിയത്. എനിക്ക് കൂടുതൽ പരിചിതമായത് ബൈബിളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബൈബിളിലെ സുഭാഷിതം, അതുപോലെ തന്നെ പ്രഭാഷകൻ എന്ന് പറയുന്ന സിറാക്ക് എന്ന് പറയുന്ന പുസ്തകം, സെയിന്റ് പോളിന്റെ ലേഖനം, ഇതിലൊക്കെ ഈ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിത് പറഞ്ഞു പോയപ്പോൾ അതുകൂടി ഇതിൻ്റെ ഇടയിൽ ചിന്തിച്ചു. ഇതുപോലെ തന്നെ ഹൈന്ദവ പിന്നെ വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ സമാനമായിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പിന്നെ പരിശുദ്ധ ഖുറാനിലും
ഉണ്ടാകുമായിരിക്കും. എനിക്ക് അധികം അതിനോട് പിന്നെ പരിചയമില്ലാത്തത് കൊണ്ട് പറയാൻ അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാം. ഈ സമാനതകൾ നമുക്ക് പലയിടത്ത് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും ഈ കാലയളവിലെ സാബു സാർ ആദ്യം പറഞ്ഞതുപോലെ ഈ കാലയളവിലെ സ്ത്രീകളിൽ പലരും ഇത് എത്രമാത്രം അതിനെ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സ്ത്രീകൾ ആരെങ്കിലും ഇനിയും ഇരിപ്പുണ്ടെങ്കിൽ അവര് കൂടുതൽ ഇതിനൊരു അഭിപ്രായം പറയണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നിപ്പോ വളരെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും അവിടെ പതിവ്രതയായ ഭക്തി ഉണ്ടെങ്കിൽ കുടുംബം നന്നാകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചിലപ്പം കൈകാര്യം ചെയ്ത് വിടാൻ സാധ്യതയുണ്ട്. അപ്പോ തീർച്ചയായിട്ടും പിന്നെ അത് കുറെ അധികം ചിന്തിക്കുന്ന നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന നീതിസാരം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ കൊച്ചിയിൽ ഓർക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുമൊക്കെ ഇരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നീതിസാരത്തിലും ഇതിന് സമാനമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ധാരാളം ഈ കാലയളവിൽ ചർച്ചയ്ക്കെങ്കിലും പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ എത്ര പുരോഗമനം സംഭവിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വന്നാലും മൂല്യങ്ങൾക്കൊന്നും മാറ്റമില്ലല്ലോ. മൂല്യങ്ങൾ സാർവലൗകികമാണ്, സാർവകാലികമാണ്, സാർവത്രികമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത്തരം മൂല്യങ്ങളൊക്കെ നിലനിൽക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ധരിച്ചിരുന്ന വസ്ത്രം മാറി ഇന്ന് ചുരിദാറോ ജീൻസോ അല്ലെങ്കിൽ മുടി നീട്ടി വളർത്തിയത് പറ്റ വെട്ടിക്കൊണ്ട് നടക്കുന്നോ പറഞ്ഞാൽ പോലും സ്ത്രീ തന്നെയാണ്. സ്ത്രീത്വത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. ചിലതൊക്കെ ചിലർ അംഗീകരിക്കുകയാണെങ്കിൽ പോലും ആ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് തന്നെയാണ് എക്കാലവും നല്ലതെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരു ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ മതില് കെട്ടിയും പിന്നെ ഏതെങ്കിലുമൊക്കെ കൂച്ചുവലെങ്കിലൂടെ സംരക്ഷിക്കപ്പെടേണ്ടതുമല്ല. ഇതൊക്കെ നമ്മുടെ ഈ കാലയളവിൽ പറയുന്നത് പോലെ ചർച്ചകളോ ഡയലോഗ്സിലൂടെയും ആശയവിനിമയത്തിലൂടെയും ഒക്കെ ഇത് കൂടുതൽ ഇതിന്റെ അന്തസാരം നിലനിർത്തേണ്ടത് തന്നെയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ തിരുക്കുറള് ആ അർത്ഥത്തിൽ എനിക്ക് ഒരുപക്ഷെ തിരുവള്ളുവര് ഒരു വിവാഹിതൻ കൂടി ആയതുകൊണ്ട് ഒരു ലേശം പുരുഷ മേധാവിത്വം കൂടി ചേർന്നിട്ടുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. എന്തായാലും കൊള്ളാം. ഇത് എക്കാലവും ഇതിന്റെ അന്തസാരത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു സാർ. തീർച്ചയായും. ജോർജ് സാർ, അനുവിന്ദ എന്തെങ്കിലും പറയുന്നോ? സർ, ആറാമത്തെ ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ജോഷി സാറ് ഉജ്ജ്വലമായി ഒന്ന് വായിച്ചു. അതും നമുക്കൊരു പുതിയ അനുഭവമായി. അപ്പോ പത്നി മഹാത്മ്യം എന്നുള്ളതായിരുന്നു നമ്മളെ ഇന്നത്തെ ചാപ്റ്റർ. അപ്പം അതിലെ 10 ഈരടികളും വളരെ മനോഹരമായിട്ടാണ് സാർ പറഞ്ഞു തന്നു. അപ്പൊ അതിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങള്, ഇതില് ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു വീടിന്റെ ഫിനാൻഷ്യൽ കൺട്രോള് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഭർത്താവിന്റെ വരവും ചെലവും അറിഞ്ഞ് അല്ല, ഒരു കുടുംബത്തിൽ അത് അറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളത്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യം പറയുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നിട്ട് മാരി ചെയ്യുന്ന ആൾക്കാര്, അവർക്ക് ഇപ്പൊ ഹസ്ബൻഡിന് അത്രയും ഇതായിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ഇല്ലെങ്കിൽ പക്ഷെ അവര് ജീവിച്ചു വന്ന അതേ രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കും. അപ്പൊ അവരെ ഇൻകത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു ചെലവ് അത് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം താറുമാറാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ എത്ര നമുക്ക് കിട്ടുന്ന അതിനനുസരിച്ച് അതിന്റെ ഉള്ളിൽ തന്നെ നമ്മളെ ചെലവ് കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം അവിടെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അതേപോലെ തന്നെ മറ്റ് എന്തൊക്കെ ഐശ്വര്യങ്ങൾ ഒരു വീട്ടിലുണ്ടെങ്കിലും ഒരു പത്നി ഗുണസമ്പന്ന അല്ലെങ്കിൽ അതിനൊന്നും മൂല്യം ഇല്ലാണ്ടായി പോകും എന്നുള്ളത് പറഞ്ഞു തന്നു. അതേപോലെ മറ്റൊരു കോട്ട് എനിക്ക് ടച്ചിങ് ആയി തോന്നിയത്,
തർക്കാത്ത് തർക്കൊണ്ടാർ പേണി തകൈ ചാൻട്ര ചൊർക്കാത്ത് ചോർവിലാൻ പെൺതാൻ. ഞാൻ തമിഴ് വായിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം സർ. അതായത് അവിടെ ആദ്യം തന്നെ കാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെ കസ്റ്റമിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു രീതികളിൽ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന സംഭവം അതാണ്. അതായത് സ്ത്രീ അവനവനെ കാത്തുകൊണ്ട് ഒരിക്കലും ചെയ്യാറില്ല. പ്രത്യേകിച്ച് എന്റെ അമ്മേനെ കുറിച്ച് എനിക്ക് ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്കായിരിക്കും. പക്ഷെ ഈ ശ്ലോകത്തില് ആദ്യം പറയുന്ന വാക്ക് തർക്കാത്ത് എന്നാണ്. അപ്പോ നമ്മൾ എപ്പോഴാണോ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രാധാന്യം അവിടെ പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായി. പിന്നെ അതേപോലെ തന്നെ ട്രേറ്റ് ഓഫ് ലൈഫ് ഇസ് മെറിറ്റ് ഓഫ് വൈഫ് എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്തത്. ഒരു സ്ത്രീയുടെ ഗുണം തന്നെയാണ് ഒരു ജീവിതത്തിന്റെ മെറിറ്റായി മാറുന്നത്. അതേപോലെ അതിന്റെ ആഭരണമായിട്ടാണ് അവരുടെ മക്കൾ ഉണ്ടാവുന്നത്. ആ രീതിയിൽ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. വളരെ മനോഹരമായ സെഷൻ ആയിരുന്നു. പിന്നെ അതേപോലെ എന്നെ ടച്ച് ചെയ്ത മറ്റൊരു കോട്ട്, നമ്മൾ വേലി കെട്ടി ബന്ധിക്കുകയല്ല വേണ്ടത്, ഒരു സ്ത്രീയുടെ സെൽഫ് കൺട്രോളിലാണ് അവരെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ളത്. അതും വളരെ ഒരു നമുക്ക് ജീവിതത്തിൽ ഒരു ഓർത്ത് വെക്കാൻ തക്കതായിട്ടുള്ള ഒരു കോട്ടായിട്ട് ഫീൽ ചെയ്തു. വളരെ മനോഹരമായിട്ടുള്ളൊരു ചാപ്റ്റർ അതിഗംഭീരമായിട്ട് എടുത്തു തന്ന സാറിന് ഒരുപാട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. അതിന്റെ ഈ ഇന്നത്തെ കാലത്തേക്ക് പറയാനുള്ളതിന്റെ ആ ഒരു മെയിൻ പാർട്ടും അതിനകത്തുണ്ട്. ഒരു സെൽഫ് കൺട്രോളോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. അതെ അതെ, അതിനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനെ പോലെ കാണുന്ന പറയുന്ന ഒരു പറയുന്നുണ്ടായില്ലേ. അപ്പൊ അതില് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇപ്പം നമ്മൾ ഈ സ്ത്രീകളാ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഹസ്ബൻഡുകളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എത്രമാത്രം എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമുക്ക് അങ്ങനെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന എങ്ങനെയാണ് നമുക്ക് ദൈവത്തിനെ പോലെയൊക്കെ കാണാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോ. താങ്ക് യു സർ. ഓക്കെ ജോർജ് സർ, താങ്ക് യു. താങ്ക് യു സർ. മോഹൻദാസ് സർ എല്ലാം നല്ലൊരു പ്രസന്റേഷൻ. ജോഷി സാർ അത് നല്ല ഭംഗിയാക്കി, കളർഫുൾ ആക്കി, നല്ലതാ. ഈ ഒരു സിസ്റ്റം നന്നായിരിക്കുന്നു. അത് 2 പ്രാവശ്യം വെച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ തമിഴിന്റെ ഒരു രീതിയും മലയാളത്തിൽ അതിന്റെ അർത്ഥവും ഏറെക്കുറെ കിട്ടും. ഇംഗ്ലീഷോടെ ആകുമ്പോൾ ഏറെക്കുറെ ആയി. സാറിന്റെ വ്യാഖ്യാനം കുറഞ്ഞു പോയി എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ ടൈം മാനേജ്മെന്റിനെ ബാധിച്ചോളൂ. ശ്രോതാക്കൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കണ്ടന്റ് വൈസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ജോഷി സാറിനോട് എതിർപ്പൊന്നും പറയാനില്ലെങ്കിലും സാർ ഇത് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ മൂല്യബോധമാണ് ഇതിനകത്ത് നിഴലിച്ച് നിൽക്കുന്നത്. അത് പുരാണങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു പുരാണത്തിലും അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ സാഹചര്യം കഴിഞ്ഞിട്ട് കാലം എത്ര കടന്നുപോയി. ഇന്ന് അത് എനിക്ക് തോന്നുന്നില്ല ഒരു സമൂഹത്തിലും അത് അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അത് സാർവലോക അംഗീകാരം എന്നുള്ളതിനേക്കാൾ ഉപരി സാർവദേശീയമായി അത് ആ സംസ്കാരങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ അഭിപ്രായം അതാ. മൂല്യബോധങ്ങള് നമ്മളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മൂല്യബോധമാണോ ഇപ്പൊ നമ്മളിലുള്ളത്? മാറിയില്ലേ? കാലം മാറുന്നതനുസരിച്ച് പലതും മാറും, പലതും മാറേണ്ടതുണ്ട്, മാറ്റേണ്ടതുമുണ്ട്. കുറെയൊക്കെ അംഗീകരിക്കണം. എല്ലാം നല്ലതിനാണ്, വളരെ നല്ലതുമാണ്. പക്ഷെ ഈ നല്ലത് എന്ന് പറയുന്നതിന്റെ ആ പരിധി, അതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രെയിം ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടാകാം എന്നെനിക്ക് തോന്നുന്നു. വളരെ സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു. സാബു സാറിനോടും മോഹൻദാസ് സാറിനോടും പ്രത്യേകം നന്ദി പറയുന്നു. മോഹൻദാസ് സർ എന്തായാലും തിരുക്കുറളിനെ ഇങ്ങനെയൊന്ന് അടുത്ത് പരിചയപ്പെടാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ.
സാർ സാർ ഫോണിലാന്ന് തോന്നുന്നല്ലോ. സാറ് തിരക്കിലായി പോയി. റോയ് സാർ അവിടെ ഇങ്ങനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ ആരെങ്കിലും തുടങ്ങിക്കോളൂ. ആരാ ഉള്ളതെന്ന് വെച്ചാൽ റോയ് സാർ ഉണ്ടോ? റോയ് സാർ പറയൂ. റോയ് സാർ പറയൂ. ഈ അധ്യായം 6 തിരുക്കുറളിലെ ഈ ഗുണവതിയായ പത്നിയുടെ ഗുണങ്ങളാ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ കുടുംബജീവിതവും കാലഘട്ട വ്യത്യാസം വന്നപ്പോൾ ചില ഘടകങ്ങളൊക്കെ അതിനകത്ത് കാലഹരണപ്പെട്ടു പോയതുപോലെ തോന്നുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പൊ ഉദാഹരണം ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഹസ്ബൻഡിന്റെ ഇൻകത്തില് ജീവിക്കുന്ന ഭാര്യ അതുകൊണ്ട്. ഇപ്പൊ ഭാര്യയുടെ ഇൻകവും കൂടെ കൂടിയാണ്. പഴയ കാലം പോലെയല്ലോ, അന്ന് ഭാര്യമാർക്ക് ജോലിയില്ല, ഇൻകം ജനറേഷൻ അല്ല. ഇപ്പോ രണ്ടുപേരും ഇൻകം ജനറേഷനിൽ വരുമ്പോൾ ഈ പറയുന്നിടത്ത് ചെറിയ വ്യത്യാസം വരും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രിസണിൽ സൂക്ഷിക്കുന്ന പോലെ അല്ല ഭാര്യ വേണ്ടത്. കാര്യമൊക്കെ പറഞ്ഞു, ഇതെല്ലാം വളരെ കറക്റ്റായ, ബാക്കിയുള്ള പല കാര്യങ്ങളും വളരെ ഇതാണ്. പക്ഷേ കുടുംബജീവിതം എന്ന് പറയുന്ന ആ സങ്കല്പം ഇന്നത്തെ കാലഘട്ടമായിട്ട് വെച്ച് ഒത്തു നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും തിരുക്കുറളിലെ ചില കാര്യങ്ങൾ ഇന്നും അത് പവിത്രത കീപ്പ് ചെയ്യുന്നതും അതുപോലെ ഭാര്യ ഉൾക്കൊള്ളുന്നതുമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, സദ്ഗുണസമ്പന്ന അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകില്ലെന്ന് ഭാര്യ. അത് ഭർത്താവും സദ്ഗുണസമ്പന്ന അല്ലെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ടാകത്തില്ല. രണ്ടുപേരിലും അതുണ്ട്. പക്ഷെ അത് പഴയ ഒരു ഇതുണ്ടല്ലോ, ഈ മേധാവിത്വം, പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ഭാഗം ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ അങ്ങനെ വരില്ല. അപ്പോൾ സദ്ഗുണസമ്പന്നയായിട്ട് രണ്ടുപേർക്കും ആരും സദ്ഗുണം അല്ലാണ്ട് വന്നാലും കുഴച്ചിൽ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഇതിലൊക്കെ അവസാനം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെയധികം, ട്രൈറ്റ് ഓഫ് ലൈഫ് ഈസ് ദി മെറിറ്റ് ഓഫ് വൈഫ്. ശരിയാണ്. ഒരു കുടുംബജീവിതത്തിലെയും അടുത്ത തലമുറയുടെ എല്ലാം ആ ഒരു അന്തസ്സ് കീപ്പ് ചെയ്യുന്നത് ഭാര്യമാരാണ്. അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം. ഏതായാലും ഈ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും പലരും അത് വേറെ രീതിയിൽ കോട്ട് ചെയ്തും ഒക്കെ ചില അവസരങ്ങളിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം ബേസ് തിരുക്കുറളാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് പല കാര്യങ്ങളും. ഓക്കെ സാർ, എനിവേ ഇതുപോലെ ഒരു ഉദ്യമത്തിന് ഒരുമ്പെട്ട മോഹൻദാസ് സാറിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. കാരണം ഇത് മനസ്സിലാക്കാനും ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്ന് ഒന്ന് ചിന്തിക്കാനും അതുവഴി അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന മോഹൻദാസ് നയനൻ സാറിനും അഭിനന്ദനം. താങ്ക് യു സാറേ. ഈ തിരുക്കുറലിന് എത്ര കൊല്ലത്തെ പഴക്കമാണ് പറയുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് സാറേ. 2000. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുടെയും സാർ? ഓക്കെ, ഇതിനാണെങ്കിൽ നമുക്ക് സാർ ഇത് എല്ലാം മൊത്തം അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇതിന്റെ മറ്റ് മതങ്ങളുടെ ഒരു സിമിലാരിറ്റി ഇവിടെ ചേർത്തിട്ട് സാർ ഒരു പുസ്തകമാക്കാവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല വർക്കായിരിക്കും. ചില വർക്ക് ചെയ്യേണ്ടി വരും. മറ്റ് മതങ്ങളിലെ കൂടെ സമാനതകൾ കണ്ടെത്തിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല പുസ്തകമായിട്ട് മാറും. തിരുക്കുറൽ ഉപകാരപ്പെടും, അതിന്റെ സിമിലാരിറ്റീസ് ഉപകാരം. അതിന്റെ ഒരു കൊച്ചു നിർദ്ദേശം. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? സാബു സാർ, ഞാൻ പറയുന്നതിലിടക്ക് സാർ എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ ഇടക്ക് കയറിയിട്ട് ഞാൻ കട്ട് ചെയ്തു. സാർ എന്തോ പറയുന്നുണ്ടേ, സെൽഫ് കൺട്രോളിനെ പറ്റിയിട്ട് സാർ എന്തോ പറയുന്നുണ്ടേ. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ മതില് കെട്ടി സൂക്ഷിക്കുന്നതിന് പകരം സെൽഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഭാര്യയായി വരുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തിൽ നിന്നേ കിട്ടേണ്ടതാണ്. ഞാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും തെറ്റിന്റെ സാഹചര്യത്തിലേക്ക് പോകത്തില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ കുറവാണ്. കാരണം കുട്ടികളുടെ എണ്ണം കുറവാണ്, അവർക്കുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ശിക്ഷണമായിരുന്നു കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രായം എത്തി കഴിയുമ്പോൾ, ഉദാഹരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും
അമ്മമാരൊരിക്കലും പെൺമക്കളെ ഒരിക്കലും നിർബന്ധിക്കാറൊന്നുമില്ല. അവർ പഠിച്ചോട്ടെ എന്ന് പറയും, അല്ലേ? അവർ പഠിക്കട്ടെ എന്ന് പറയും. പക്ഷേ ശരിക്കും അത് പഠിക്കുന്നത് എവിടെയാണ്? ഭർത്താക്കന്മാരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് സംശയങ്ങൾ വരുന്നത്. അത് പിന്നെ ക്ലാരിഫൈ ചെയ്യാൻ പോകും. ഇപ്പോഴാണ് യൂട്യൂബിൽ കൂടെ നോക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു തലം കൃത്യമായിരുന്നെങ്കിൽ സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടിയെന്നെ പറയും. അതുപോലെ വേറെ രീതി പറഞ്ഞാൽ, ഇന്ന് ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് പെരുമാറേണ്ട ആവശ്യം ഭാര്യമാർക്കില്ല. കാരണം അവരും സെൽഫ് എംപ്ലോയിഡ് ആണ്. അപ്പൊ അവർക്ക് അവരുടേതായ കപ്പാസിറ്റിയിൽ അത് ഉപയോഗിക്കാം. പക്ഷെ അത് മേടിച്ചെടുക്കുന്ന ഭർത്താക്കന്മാരെ മാത്രം സൂക്ഷിച്ചാൽ മതി. അത് മുഴുവനോടെ മേടിച്ചെടുത്തിട്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സെൽഫ് കൺട്രോൾ എല്ലാം പോകും. അപ്പം സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് എല്ലാവർക്കും, ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള അത് ആ വാക്കിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് ഞാൻ പറയുമായിരുന്നു. അത് ഭർത്താവിനാണെങ്കിലും ഭാര്യയാണെങ്കിലും സെൽഫ് കൺട്രോൾ, എന്തൊക്കെ എനിക്ക് പെരുമാറാം, ഏതൊക്കെ രീതിയിൽ എനിക്ക് ചിന്തിക്കാം, എന്തൊക്കെ ചെയ്യാം എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സന്മാർഗികമായി മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന മക്കൾക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്ന് വീട്ടിൽ ഭയങ്കര ടെൻഷനാണ്. കാരണം ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുക, 1, 2, 3 തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള പണമൊക്കെയാണ് കൂട്ടിവെക്കുന്നത്. പക്ഷെ അത് അനുഭവിക്കാനോ ഗുണകരമായി ഉപയോഗിക്കാനോ ഒന്നും പറ്റാത്ത വിധം മക്കൾ വഴിതെറ്റി പോവും. കാരണം അവിടെ മാതാപിതാക്കളുടെ ആ ഗുണമില്ലായ്മ, അല്ലെങ്കിൽ തെറ്റാണെന്നും ശരിയാണെന്നും കൃത്യമായി പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇല്ലായ്മ വരുന്നത് കൊണ്ടാണ് കുട്ടികൾ അധികവും മാറി പോകുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം, എനിക്ക് എന്തും ചെയ്യാം, എന്തും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് വരുന്നത് കൊണ്ടാണ് ഇന്ന് കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പണമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും. അതിന് നല്ലൊരു വാക്കാണ് തിരുക്കുറളിൽ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ കാലവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യണ്ടേ? പുതിയ തലമുറ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് വെച്ചാൽ അവിടെ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലായ്മയുണ്ട്. ഈ പറഞ്ഞ പോലെ, അതായത് ഈ സാർ പറഞ്ഞില്ലേ പഠിച്ചോട്ടെ എന്ന് പറയും. ഇപ്പൊ എന്റെ കേസിലും അതായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് അമ്മ തന്നെ എല്ലാം ചെയ്യായിരുന്നു. കുക്ക് ചെയ്യാനെല്ലാം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് ഈ പുട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡ് അമ്മയോട് ചോദിക്കും എത്ര വെള്ളം ഒഴിക്കണ്ട. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരും. നമ്മളിങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ കൊഴിഞ്ഞു അതിനൊരു പരുവുള്ളൂ, ഇങ്ങനെ ഊർന്ന വീഴാണത്. അപ്പൊ അത് വരെ നമ്മൾ വെള്ളം നനച്ച് കൊണ്ടേ ഇരിക്കണം. അപ്പൊ അവര് ഒരു എന്താ പറയാ ഹാഷല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് അവർ ആ സമാധാനത്തിൽ പറഞ്ഞു തന്നു. മേ ബി വേറൊരു വ്യക്തി ആണെങ്കിൽ അതായിരിക്കില്ല അനുഭവം. അപ്പൊ അത് ശരിക്കും ഇൻസിഡന്റ് മതി നമുക്ക് അത് ഒരു അവഹേളനമായിട്ട് ഫീൽ ചെയ്താൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളില്ലേ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പ്രഷർ കുക്കറിൽ 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് അരിയും കൂടെ വെച്ച് അകത്ത് 2 കൂടെ വെച്ച് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കർ അടച്ച് ആവി വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ശരിക്കും പഠിപ്പിക്കേണ്ടതെല്ലാം കുട്ടിക്കാലത്ത് നമ്മൾ പഠിപ്പിക്കാം. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് കടന്നു പോകും. പിന്നെ അതിനുവേണ്ടി കോൺഫ്ലിക്റ്റ് ആവും. നമുക്ക് അഭിമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് എന്നെ അവരങ്ങനെ പറഞ്ഞതെന്നോ ആ സാഹചര്യം എന്റെ മുമ്പിൽ ഉണ്ടായതെന്നോ, അല്ലാതെ ഇപ്പൊ നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ നമ്മൾ ഒരു ലെറ്റർ എഴുതാൻ അറിയത്തില്ല. ഒരു ലെറ്റർ എഴുതാൻ അറിയില്ലാത്ത ഇന്നലത്തെ ക്ലാസ്സിൽ സാറത് കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ലെറ്റർ എഴുതാൻ 1 വരിയിൽ 2 വരിയിൽ ഒരു ലെറ്റർ എഴുതി സബ്മിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. കാരണം അത് ലെറ്റർ എഴുതാൻ മക്കളോട് പറയത്തില്ല, പകരം അപ്പനും അമ്മയും എഴുതി കൊടുക്കും. അപ്പൊ ലെറ്റർ എഴുതാൻ അറിയത്തില്ല, ആ ഫോർമാറ്റ് പോലും അറിയില്ല, കടകളിൽ പോകാൻ അറിയില്ല, അവരോട് ഡീൽ ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയം. ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ ഷോപ്പിംഗ് മാളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളാണല്ലോ എല്ലാം മേടിക്കുന്നത് അവർക്ക്. അപ്പൊ അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ട്. എങ്കിലും ഞാൻ പറയായിരുന്നു ആ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന തലത്തിന് ഭയങ്കര അർത്ഥമുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മോഹൻദാസ് സാർ എനിക്ക് സംശയമായിരുന്നു, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. സാർ ഓരോന്നും എഴുതി മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിടുന്നത് നോക്കി അതാ ഞാൻ ലേറ്റ് ആയിപ്പോയത്. സാർ അത് ഇടട്ടെ എന്ന് വിചാരിച്ചു. ആ സമയത്ത് എനിക്കൊരു ഗസ്റ്റും വന്നു, അത് ലേറ്റ് ആയിപ്പോയത്. എനിവേ സാറിന്റെ എഫേർട്ട് വളരെ പോസിറ്റീവാണ്. കാരണം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴ് മലയാളത്തിലും ഒക്കെ എഴുതി സാറിൻ്റെതായ പാർട്ട് വളരെ കൃത്യമായിട്ട്
നിയോഗിച്ചതിന്. കാരണം ഇപ്പൊ സാറ് പുതിയതായിട്ടൊരു കാര്യം പഠിച്ചു, ഇനി PPT ഉണ്ടാക്കാനും കൂടെ പഠിച്ചാൽ മതി. സോ അത് പൂർണ്ണതയിലേക്ക് എത്തും. വളരെ സിമ്പിളാണ്. ഒരു സാറ് കണ്ടന്റ് ചെയ്ത് തന്നാൽ 1 നിമിഷം മതി PPT ഉണ്ടാക്കാൻ, ജസ്റ്റ് ഒരു 1 മിനിറ്റ് മതി. പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അക്കാര്യത്തില് മോഹൻദാസ് സാറ് ഏകദേശം സ്വയം പര്യാപ്തനായി കഴിഞ്ഞു. അപ്പൊ അതിന് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കും. മോഹൻദാസ് സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യും, ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. വളരെയധികം നന്ദിയുണ്ട്. അനുബന്ധമാണ് ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുക തുടക്കം. എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ശരിക്കും ഒരു സപ്പോർട്ടീവാണ്. പിന്നെ ജോസി സാറ്, സാജു സാറ്, പിന്നെ ജോർജ് സാറ്, ജോയ് സാറ്, റോയ് സാറ്, ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്താ പറയുക ഒരു പിൻബലമുണ്ട് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്ന് ഒട്ടും വയ്യാണ്ടാണെങ്കിൽ പോലും അതിലേക്ക് വേണ്ടി അത് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ല, സാറ് ക്ലാസ് എടുത്തില്ലെങ്കിൽ ഇന്ന് ഞങ്ങളത് ആവർത്തിച്ചാനെ. ഞാനതാ പ്ലാൻ ചെയ്തത്. കാരണം എല്ലാത്തിനും PPT റെഡിയാണല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് വായിച്ച് നമ്മളുടേതായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി പോകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതിരുന്നേ. ഞാൻ അവസാനം വരെ വെയിറ്റ് ചെയ്തു. സാറിന് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ വി വിൽ റിപ്പീറ്റ് ദിസ്. കാരണം റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഓർമ്മ നിൽക്കുള്ളൂ. അതുപോലെ ആ തമിഴിന്റെ സ്ലാങ് ശരിക്കും നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാലേ അത് വായിക്കാൻ പറ്റും. അപ്പൊ അതിന് ജോഷി സാർ അത് ചെയ്തപ്പോൾ സ്വല്പം കൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടി. ഞാനും ജോയി സാറും പിന്നെ ജോഷി സാറോട് നേരത്തെ ഇനി ഒരു കാര്യം ചെയ്യാം, നേരത്തെ ഒരു അയച്ചു കൊടുത്തിട്ട് ഒരു തമ്മിലൊന്ന് സംസാരിക്കാം. ഇന്ററാക്ട് ചെയ്യുമ്പോൾ സാറിന് കുറച്ചുകൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യും. സാറൊന്ന് അയച്ചു കൊടുത്തു, ജോഷി സാർ ഒന്ന് അയച്ചു കൊടുത്തു. അപ്പം നിങ്ങളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ സാർ അത് കൃത്യമായിട്ട് സാറിനിച്ചിലൂടെ പവർഫുൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്യാനുള്ള താല്പര്യവും കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാം കൂടാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളും പറയാം, ഞങ്ങളും വായിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ഫുൾ എന്തോസിയാസത്തിൽ ചെയ്താലേ അതിന്റെ റിസൾട്ട് കിട്ടും. ഓക്കെ സാർ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു. ജോർജ് സാറിന്റെ സ്കോട്ട്ലൻഡിന്റെ വിശേഷം?